ഹലോ വെൽക്കം കൂട്ടുകാരെ. നമ്മൾ ഡ്രസ്സിൻ്റെ കടകളിലൊക്കെ പോകുന്ന സമയത്ത് പരസ്പരം ഹിന്ദിയിൽ സംസാരിക്കുന്ന കുറച്ച് വാക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. നമ്മൾ കടകളിൽ ചെല്ലുമ്പോൾ അവർ പറയാണ് ആയിയേ ആയിയേ ആപ്കോ ക്യാ ചാഹിയേ, വരൂ വരൂ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. ആയിയേ ആയിയേ ആപ്കോ ക്യാ ചാഹിയേ, ആയിയേ ആയിയേ എന്ന് പറഞ്ഞാൽ വരൂ വരൂ, ആപ്കോ നിങ്ങൾക്ക്, ക്യാ ചാഹിയേ എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ താങ്കൾക്ക് എന്താണ് വേണ്ടത്. അപ്പം നമ്മളെന്താ പറയുന്നത്, ക്യാ ആപ്പ് മുझे കുച്ച് പാൻറ് കെ കപ്പടെ ദിക്കായിയേ, താങ്കൾ എന്നെ കുറച്ച് പാൻറ് പീസുകൾ കാണിക്കാമോ, പാൻറ് എടുക്കാൻ വേണ്ടി വന്നതാണ്, അപ്പോൾ പാൻറ്റിൻ്റെ പീസുകൾ കാണിച്ചു തരാമോ. ക്യാ ആപ്പ് മുझे കുച്ച് പാൻറ് കെ കപ്പടെ ദിക്കായിയേ, ക്യാ ആപ്പ് മുझे താങ്കൾ എനിക്ക് കുച്ച് പാൻറ് കെ കപ്പടെ, അതായത് പാൻറ്റിൻ്റെ പീസുകൾ ദിക്കായേ കാണിക്കാമോ. അപ്പോൾ അവരെന്താ പറയുക, യഹ് ദേക്കിയേ സർ പക്ക രംഗ് ഹേ, ഇത് നോക്കൂ സർ, മങ്ങാത്ത നിറമാണ്, അതായത് നല്ല നല്ല കളർഫുൾ ആയിട്ടുള്ള നിറമാണ്. യഹ് ദേക്കിയേ ഇത് നോക്കൂ സർ, യഹ് ദേക്കിയേ സർ ഇത് നോക്കൂ സർ, പക്ക രംഗ് ഹേ അതായത് നല്ല നിറമാണ്, മങ്ങാത്ത നിറമാണ്. ആപ്കെ ലിയേ അച്ഛാ ലഗേഗാ, താങ്കൾക്ക് ഇത് നന്നായിരിക്കും. അപ്പോൾ കടക്കാർ നമ്മളോട് പറയില്ലേ, നമ്മളെ സോപ്പിടാൻ വേണ്ടി പറയാലോ അല്ലേ, ഇത് താങ്കൾക്ക് നന്നായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ല രസം ഉണ്ടാവും എന്നൊക്കെ പറയാം. ആപ്കെ ലിയേ ഇത് താങ്കൾക്ക് വേണ്ടി, അച്ഛാ ലഗേഗാ നന്നായിരിക്കും. ക്യാ ആപ്കെ പാസ് ഓർ ബി രംഗ് ഹേ, താങ്കളുടെ അടുത്ത് കൂടുതൽ നിറങ്ങളുണ്ടോ. നമുക്ക് ആ കളറ് പറ്റിയില്ല, അപ്പോൾ നമ്മൾ എന്താ ചോദിക്കുക, ക്യാ ആപ്കെ പാസ് ഓർ ബി രംഗ് ഹേ, താങ്കളുടെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വേറെ നിറങ്ങളുണ്ടോ, വേറെ കളറുകളുണ്ടോ. ക്യാ ആപ്കെ പാസ് ഓർ ബി രംഗ് ഹേ. അപ്പോൾ കടക്കാരെന്താ പറയുന്നത്, മാഫ് കീജിയേ ഹമാരെ പാസ് ഫിൽഹാൽ യഹി ദോ തീൻ രംഗ് ബസ് ഹുയി ഹേ, ക്ഷമിക്കണം സാർ, ഞങ്ങളുടെ പക്കൽ ഇപ്പോൾ ഈ 2-3 നിറങ്ങൾ മാത്രമേ ഉള്ളൂ, 2-3 കളർ കാണിച്ചു കൊടുത്തു, അപ്പോൾ അത് പറ്റാത്തതുകൊണ്ട് പറയാണ്, മാഫ് കീജിയേ ക്ഷമിക്കണം സാർ, മാഫ് കീജിയേ ഹമാരെ പാസ് ഞങ്ങളുടെ അടുത്ത് ഫിൽഹാൽ യഹി ദോ തീൻ രംഗ് ബസ് ഹുയി ഹേ, അതായത് ഈ ഞങ്ങളുടെ പക്കൽ ഈ 2-3 കളറുകൾ മാത്രമേ ഉള്ളൂ. യഹ് കപ്പട കൈസ മീറ്റർ ദേ രഹേ ഹേ, ഈ തുണി മീറ്ററിന് എന്ത് വിലയ്ക്കാണ് കൊടുക്കുന്നത്, നമ്മൾ ചോദിക്കാറില്ലേ, ഈ തുണിക്ക് എന്താ മീറ്ററിന് വില, അങ്ങനെ ചോദിക്കും. യഹ് കപ്പട ഈ വസ്ത്രത്തിന് കൈസെ മീറ്റർ ദേ രഹേ ഹേ, അതായത് എങ്ങനെയാണ് മീറ്ററിന് വില. യഹ് കപ്പട കൈസെ മീറ്റർ ദേ രഹേ ഹേ, ഈ തുണി മീറ്ററിന് എന്ത് വിലക്കാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ തുണി എന്താണ് മീറ്ററിന് വില. 120 രൂപയെ മീറ്റർ, മീറ്ററിന് 120 രൂപയാണ്. 120 എന്ന് പറഞ്ഞാൽ 120 രൂപയെ മീറ്റർ, മീറ്ററിന് എന്താ വില, 120 രൂപയാണ് പാൻറ്റിൻ്റെ വില ഒരു മീറ്ററിന്. മൂല്യ ബഹുത്ത് അധിക ഹേ, അപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞത്, വില വളരെ അധികമാണെന്ന് പറഞ്ഞു അല്ലേ. മൂല്യ ബഹുത്ത് അധിക ഹേ, വില വളരെ കൂടുതലാണ്. മൂല്യ എന്നാൽ വില, ബഹുത്ത് അധിക വളരെ കൂടുതലാണ്. മുझे കുച്ച് സാഡിയാം ദിക്കായിയേ, എന്നെ കുറച്ച് സാരികൾ കാണിച്ചാലും. അപ്പോൾ പാൻറ്റിൻ്റെ തുണിയൊക്കെ എടുക്കൽ കഴിഞ്ഞു, ഇനി അടുത്തത് കുറച്ച് സാരികൾ വേണം. മുझे എനിക്ക് കുച്ച് സാഡിയാം, എനിക്ക് കുറച്ച് സാരികൾ ദിക്കായിയേ കാണിച്ചാലും. കോൺസി സാഡിയാ ദിക്കാവും, കോൺസി സാഡി ദിക്കാവും, ഏത് സാരിയാണ് കാണിക്കേണ്ടത്. അപ്പോൾ കടക്കാരൻ ചോദിക്കുകയാണ്, കോൺസി ഏത് സാരിയാണ് ദിക്കാവും കാണിക്കേണ്ടത്, കോൺസി സാഡി ദിക്കാവും, ഏത് സാരിയാണ് കാണിക്കേണ്ടത്. പോളിസ്റ്റർ സാഡിയാ ദിക്കായിയേ, പോളിസ്റ്റർ സാരികൾ കാണിച്ചാലും, പോളിസ്റ്ററിൻ്റെ സാരികളാണ് വേണ്ടത്. പോളിസ്റ്റർ സാഡിയ എന്ന് പറഞ്ഞാൽ പോളിസ്റ്റർ സാരികൾ ദിക്കായിയേ കാണിച്ചാലും. ഇസ് ലാൽ സാഡിക്ക് കീമത്തി ക്യാ ഹേ, ഈ ചുവപ്പ് സാരിക്ക് എന്താണ് വില. ഇസ് ലാൽ സാഡിക്ക്, ഈ ചുവപ്പ് സാരിക്ക്, കീമത്ത് വില, ക്യാ ഹേ എന്താണ്, ഈ ചുവപ്പ് സാരിക്ക് എന്താണ് വില. ഇസ് ലാൽ സാഡിക്ക് കീമത്ത് ക്യാ ഹേ, ഈ ചുവപ്പ് സാരിക്ക് എന്താ വില. സിർഫ് 500 രൂപയെ, 500 രൂപ മാത്രം. സിർഫ് 500 രൂപയെ, 500 രൂപ മാത്രമാണ് ഈ സാരിയുടെ വില. യഹ് സബ് നയ ഫാഷൻ കി ഹേ, അപ്പോൾ കടക്കാരൻ പറയും ഇതൊക്കെ പുതിയ ഫാഷനാണ്. യഹ് സബ് ഇതെല്ലാം, നയ പുതിയ, ഫാഷൻ കി ഹേ അതായത് ഇതൊക്കെ പുതിയ ഫാഷനാണ്, പുതിയ ഫാഷനാണ്, ഈ സാരികളൊക്കെ ഇപ്പോഴത്തെ മോഡൽ സാരികളാണ്. യഹ് സബ് നയ ഫാഷൻ കി ഹേ, ഇതെല്ലാം പുതിയ ഫാഷനിലുള്ളതാണ്. मैं इसे 450 में लूँगा, मैं इसे 450 में लूँगा, ഞാനിത് 450 രൂപക്ക് വാങ്ങാം. 500 രൂപ അല്ലേ, അപ്പോൾ അത് ഫുള്ളായിട്ട് തരൂല, ഞാനിത് 450 രൂപക്ക് വാങ്ങാം. मैं इसे 450 रुपये में लूँगा.
അപ്പം എന്താ പറയുന്നത്? ഹം ഐസെ കർത്തേ ഹെ സർ. സാർ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാം. അപ്പം എന്താ അവർ കടക്കാർ പറയണേ? ഹം ഐസെ കർത്തേ ഹെ സർ. സാർ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാം. ഞങ്ങൾ ഐസെ കർത്തേ ഹെ സാർ, ഞങ്ങൾ ഇങ്ങനെ ചെയ്യാം. ഇസെ 475 മേ ബേച്ചൂങ്ക. ഞാൻ ഇത് 475 തരാം. അപ്പോൾ കടക്കാരൻ പറയണം 500 രൂപ തന്നില്ലെങ്കിൽ 475 ഞാൻ നിങ്ങൾക്ക് ഇത് തരാം. ഇസെ 475 മേ ബേച്ചൂങ്ക. ഞാനിത് 475 രൂപയ്ക്ക് തരാം. അപ്പോൾ എന്താ നമ്മൾ തീരുമാനിച്ചത്? ടീക്ക് ഹേ മേരാ ബിൽ ദീജിയെ. ശരി, എന്നാൽ എൻ്റെ ബില്ല് തന്നാട്ടെ. ടീക്ക് ഹേ, ശരി. മേരാ ബിൽ ദീജിയെ, എൻ്റെ ബില്ല് ദീജിയെ തന്നാട്ടെ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോ ഉള്ളത്. നമ്മൾ കടയിൽ പോകുമ്പോൾ അത്യാവശ്യം അറിയേണ്ട കുറച്ച് വാക്കുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.